ആദിയിൽ വചനമായി നീ ഉണർന്നു, അനശ്വര ചൈതന്യമായണഞ്ഞു. ആദിയിൽ വചനമായി നീ ഉണർന്നു, അനശ്വര ചൈതന്യമായണഞ്ഞു. ഏഴു സ്വരങ്ങളായ അന്തരാത്മാവിൽ, ഏഴു സ്വരങ്ങളായ അന്തരാത്മാവിൽ സത്യസംഗീതമായി നീ നിറഞ്ഞു. യേശുവേ സ്നേഹഗായക, നിന്റെ ദാസനായിന്നു പാടുന്നു ഞാൻ. യേശുവേ സ്നേഹഗായക, നിന്റെ ദാസനായിന്നു പാടുന്നു ഞാൻ. ആദിയിൽ വചനമായി നീ ഉണർന്നു, അനശ്വര ചൈതന്യമായണഞ്ഞു. യേശുവേ, വചനം മാംസമായി അവതരിച്ച ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ പിടഞ്ഞു മരിച്ച് മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്ത് നിത്യം ജീവിക്കുന്ന നാഥ, ഈ ലോകത്തിലെ മനുഷ്യർക്കും മോഹങ്ങൾക്കും ആഡംബരങ്ങൾക്കും അടിമയായി തകർന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. രോഗത്താൽ വലയുന്നവർക്ക് സൗഖ്യവും, സമാധാനമില്ലാത്തവർക്ക് അങ്ങയുടെ സമാധാനവും പകരണമേ. വചനം ഗ്രഹിക്കുവാൻ അങ്ങയുടെ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. സുഭാഷിതങ്ങൾ 22-ാം അധ്യായം 6-ാം തിരുവചനം. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ഇന്ന് നാം വളരെ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിനാശ വാർത്തയാണല്ലോ നമ്മുടെ യുവാക്കളും വിദ്യാർത്ഥികളും ലഹരിക്ക് അടിമപ്പെടുന്നു എന്നുള്ളത്. എന്താണ് ഇതിന് കാരണമെന്ന് നാം ചിന്തിക്കാറില്ല. നാം വായിച്ചു കേട്ട ഈ സുഭാഷിത വചനം, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ മക്കളെ വളർത്തുന്നതിൽ, നമ്മുടെ മക്കളെ അനുസരണത്തിൽ വളർത്തുന്നതിൽ നാം എത്രമാത്രം ശ്രദ്ധാലുക്കളാണ്. നാം അവരുടെ വിദ്യാലയങ്ങളിൽ ഒന്ന് പോയി നോക്കാറുണ്ടോ? നമ്മുടെ മാതാപിതാക്കൾക്ക് അതിനൊന്നും സമയമില്ല. എല്ലാവർക്കും ജോലി തിരക്കാണ്, അല്ലെങ്കിൽ മറ്റു പലവിധ കാരണങ്ങൾ കൊണ്ട് സമയമില്ല. അവർ എന്തു ചെയ്യുന്നു? അവർ കൂട്ടുകാരുടെ കൂടെ കൂടി അതുപോലുള്ള സ്വാധീനങ്ങളിൽപ്പെട്ട് അവർ ലഹരിയും അതുപോലുള്ള മറ്റു കാര്യങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്നു. എഫേസോസ് ലേഖനം 6-ാം അധ്യായം 4-ാം തിരുവചനം. പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. ഇന്നത്തെ ഒരുപാട് മാതാപിതാക്കൾക്ക് വലിയ വലിയ ചിന്താഗതികളാണുള്ളത്. അവർക്ക് ദൈവവചനമോ അല്ലെങ്കിൽ യേശുവിനെ പറ്റിയോ ഒന്നും പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അതിൽ വലിയ താല്പര്യമോ അവർ കാണിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഈ ലോകത്തിലെ മോഹങ്ങൾക്കും ആഡംബരങ്ങൾക്കും ഈ ലോകത്തിലുള്ള മനുഷ്യർക്കും അടിമപ്പെടുന്നു. അങ്ങനെ അവർ ലഹരിക്ക്
അടിമകളായിത്തീരുന്നു. മാത്രവുമല്ല, സ്വന്തം കുടുംബത്തിൽ സന്തോഷം, സമാധാനം അവർക്ക് ലഭിക്കുന്നില്ല. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ ഇപ്രകാരം നമ്മോട് പറയുന്നു: ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും, യാത്ര ചെയ്യുമ്പോഴും, കിടക്കുമ്പോഴും, എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. നാം എത്ര പേർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്? ആ ദൈവവചനങ്ങളെപ്പറ്റി മക്കളെ ബാല്യം മുതലേ പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ ആ വചനത്തിൻ്റെ പൊരുളനുസരിച്ച്, ആ വചനത്തിന് അനുസൃതമായി ജീവിക്കാൻ അവർക്ക് പ്രേരണ ലഭിക്കും. അതവരിൽ വളർന്നുകൊണ്ടേയിരിക്കും. വീണ്ടും സുഭാഷിതങ്ങൾ 29-ാം അധ്യായം 17-ാം തിരുവചനം: മകന് ശിക്ഷണം നൽകുക, അവൻ നിനക്ക് ആശ്വാസഹേതുവാകും, നിന്റെ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ മാതാപിതാക്കൾ പലർക്കും ഇപ്പോൾ മക്കളെ ശിക്ഷിക്കുവാൻ ഭയമാണ്. അവരെ ഒന്ന് വഴക്ക് പറഞ്ഞാലോ ഒരുപക്ഷെ അവർ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തു എന്ന് വരാം എന്നൊക്കെ ഭയപ്പെട്ട് ശിക്ഷണം നൽകാത്ത ധാരാളം മക്കളുണ്ട്. തിരുവചനത്തിൽ തന്നെ നാം വായിച്ചിട്ടുണ്ട്, ദുഷ്ടരായ മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത് എന്ന്. ദുഷ്ടരായ മക്കളാണെങ്കിൽ അവരെ നല്ല ശിക്ഷണം കൊടുത്തു വളർത്തണം. സുഭാഷിതങ്ങൾ 13-ാം അധ്യായം 24-ാം തിരുവചനം: മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു. എത്ര സത്യമാണ്! സ്നേഹമുണ്ടെന്ന് നാം നടിക്കുകയും അവനെ ശിക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നവന് യഥാർത്ഥത്തിൽ സ്നേഹമില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗരൂകത കാട്ടുന്നു. സ്നേഹമുള്ള പിതാവാണെങ്കിൽ അവന് ശിക്ഷണം കൊടുത്തിരിക്കും. അങ്ങനെ ശിക്ഷണം കൊടുത്ത് വളർത്തിയ മക്കൾ ഒടുവിൽ ആ മാതാപിതാക്കൾക്ക് സമാധാനവും സന്തോഷവും നന്മയും മാത്രമേ പ്രതിഫലമായി നൽകൂ. ഹെബ്രായർക്കുള്ള ലേഖനം 12-ാം അധ്യായം 11-ാം തിരുവചനം: എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു, എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു. ശിക്ഷണം അത്ര രസമുള്ളതല്ല, മധുരമുള്ളതല്ല. നമ്മുടെ മക്കളായാലും ആരായിരുന്നാലും തെറ്റ് ചെയ്താൽ ശിക്ഷണം നൽകണം. ആ ശിക്ഷണം കൊടുക്കുമ്പോൾ അവർക്ക് ഒരുപക്ഷെ അത് നന്നായി തോന്നുകയില്ല, സന്തോഷമായി തോന്നുകയില്ല. മറിച്ച് അവർക്ക് തോന്നും ഇത് എന്തൊരു കഠിനമാണ് എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ അത് തൽക്കാലത്തേക്ക് മാത്രമേ ഉണ്ടാകൂ. പിന്നീടവർ ആ മാതാപിതാക്കൾക്ക് നന്മയായിരിക്കും പ്രതിഫലമായി നൽകുക. ഇത്രയും മാതാപിതാക്കളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞെങ്കിൽ ഇനി മക്കളോട് പറയാനുള്ളത് എന്താണ്? കൊളോസോസുകാർക്ക് വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം തിരുവചനം: കുട്ടികളെ, എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, ഇത് കർത്താവിന് പ്രീതികരമത്രേ. മക്കളെ, മാതാപിതാക്കന്മാരെ മാത്രം കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കാതെ
നിങ്ങൾ മാതാപിതാക്കളെ എത്രത്തോളം അനുസരിക്കുന്നുണ്ട്? അവർ നിങ്ങളുടെ നന്മ മാത്രം ലക്ഷ്യമാക്കിയാണ് നിങ്ങളോട് പറയൂ, ഉപദേശിക്കൂ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് 20-ാം അധ്യായം 12-ാം തിരുവചനം നമ്മോട് 10 കൽപ്പനകളെ പറ്റിയാണ് പറയുന്നത്. അതിൽ 4-മത് പറയുന്ന കൽപ്പന എന്താണ്? നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ജീവിതവും നമ്മുടേതായ രാജ്യവും നമ്മുടേതായ ഭവനവും എല്ലാം ഉണ്ടാകും. അവിടെ ദീർഘകാലം നീ ജീവിക്കണമോ, നിനക്ക് സമാധാനമായി ജീവിക്കണമോ, നീ നിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. ഇതാണ് 10 പ്രമാണങ്ങളിൽ വാഗ്ദാനത്തോടു കൂടിയ ഏക പ്രമാണം, 4-ാം പ്രമാണം. വീണ്ടും സുഭാഷിതങ്ങൾ 1-ാം അധ്യായം 8-ാം തിരുവചനം. മകനെ, നിന്റെ പിതാവിൻ്റെ ബോധനം ചെവിക്കൊള്ളുകയും മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത്. മകനെ, നിന്റെ പിതാവിൻ്റെ പ്രബോധനം ചെവിക്കൊള്ളുക, മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത്. നിന്റെ പിതാവ് ഒരിക്കലും നിനക്ക് ദോഷം വരാൻ വേണ്ടി പറയുകയില്ല. അവൻ്റെ പ്രബോധനം നീ ചെവിക്കൊണ്ടാൽ നിനക്ക് നന്മയുണ്ടാകും. മാതാവും അപ്രകാരം തന്നെ. അതുകൊണ്ട് ആ മാതാവിൻ്റെ ഉപദേശവും നിരസിക്കരുത്. നമുക്ക് അത്തരത്തിൽ ഒരു അനുസരണയുള്ള മക്കളും മാതാപിതാക്കളുമായി സ്നേഹവും സമാധാനവും സന്തോഷവുമുള്ള ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കാം. ഏവർക്കും സമാധാനം ആശംസിക്കുന്നു.